സലീം കുമാറിന്റെ പേരിൽ സ്മാരകം നിർമ്മിക്കുന്നതിനായി 1 കോടി രൂപ മാറ്റിവെച്ചതായുള്ള പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം വന്നിരുന്നു. സമ്മിശ്ര പ്രതികരണമായിരുന്നു ഇതിന് പുറകിൽ വന്നിരുന്നത്. നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള വ്യക്തിയാണ് സലീം കുമാർ. നടന് എന്നതിന് ഉപരി നല്ലൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. പുള്ളിയുടെ ഒരുപാട് അഭിമുഖങ്ങൾ കണ്ടിരുന്നു. പുള്ളിയുടെ അഭിപ്രായങ്ങൾ പലതിനോടും യോജിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പുള്ളിയുടെ പേരിൽ എറണാകുളത്ത് ഒരു സ്മാരകം വരുന്നു. ആക്ച്വലി ഇതാർക്ക് വേണ്ടിയാണ്? ദൈവത്തിനും മറ്റ് കോൺസെപ്റ്റിലൊന്നും വിശ്വസിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. മരണാനന്തര ജീവിതം ഒന്നുണ്ടെങ്കിൽ പുള്ളി അത് കണ്ടിട്ട് ഒരിക്കലും സന്തോഷിക്കില്ല. ഈ 1 കോടി രൂപയ്ക്ക് വീടില്ലാത്ത 10 പേർക്ക് വീട് വെച്ച് കൊടുത്താൽ പുള്ളി സന്തോഷിക്കും. അതായിരിക്കും അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്ന കാര്യം. അതാണ് സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടിയിരുന്നത്. ആഫി പറഞ്ഞത് സത്യമായ കാര്യം. 100% യോജിക്കുന്നു. മുഖ്യമന്ത്രിയുടെ സുഹൃത്തായതുകൊണ്ട് സലീം കുമാറിൻ്റെ സ്മാരകത്തിന് 1 കോടി. ഇതിനു മുമ്പ് നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് ക്യാഷില്ല എന്നൊരു അഹങ്കാരമായിരുന്നു. ഈ പറഞ്ഞത് നല്ല കാര്യമാണ്. കേൾക്കട്ടെ, അവരുടെ ചെവിയിൽ എത്തട്ടെ. സലീം കുമാർ കോൺഗ്രസ്സുകാരനായത് കൊണ്ടായിരിക്കാം അവരുടെ പേരിൽ സ്മാരകം പണിയുന്നത്. അല്ലെങ്കിൽ അവർക്ക് മുമ്പ് മരിച്ചുപോയ ഒരുപാട് കലാകാരന്മാർ മലയാള സിനിമയിൽ നിന്ന് മരിച്ചുപോയിട്ടുണ്ട്. അവരിലൊന്നും ഇല്ലാത്ത ഈ സ്മാരകം എന്തിന് എന്നായിരുന്നു കമൻറ്റുകൾ ഏറെയും. നിരവധി പേരാണ് ഈ അഭിപ്രായത്തിന് യോജിപ്പുമായി എത്തിയത്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സ്മാരകം പണിയുക എന്നത് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് കിട്ടുന്നത് പൂട്ടിയിടുക എന്നതല്ല. സ്മാരകത്തിൻ്റെ കീഴിൽ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനത്തിനും സേവനങ്ങൾക്കും ഹോസ്പിറ്റലുകളും അതേ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ കീഴിൽ ഉണ്ടാകുന്നതാണ്. ഉദാഹരണം തന്നെ ശിഹാബ് തങ്ങൾ സ്മാരക എത്രയോ ഹോസ്പിറ്റലുകളും അതുപോലെ ഡാനി സെൻ്ററുകളും ഉണ്ട്. അതുപോലെ തന്നെ ആയിരിക്കാം, അല്ലാതെ ബിൽഡിംഗ് കെട്ടി അവിടെ കൂട്ടിയിടുക എന്നതല്ല എന്നും കമൻറ്റുകളും വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട്.